സർക്കാർ തന്നെ 1.5 വർഷമായി അകറ്റി നിർത്തിയിരിക്കുകയാണെന്നും ഉചിതമായ സമയം വന്നപ്പോൾ ജനസേവനത്തിന് തയ്യാറായതാണെന്നും ചാലക്കുടി മണ്ഡലത്തിൽ 2020യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്ന മുൻ DGP ജേക്കബ് തോമസ് പരസ്യപ്രചരണത്തിനില്ലെന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തനിക്ക് കഴിയുമെന്നും ജേക്കബ് തോമസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും സ്വയം വിരമിച്ച് ചാലക്കുടി മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയാണ് ജേക്കബ് തോമസ്. എന്താണ് ഇത്തരത്തിലൊരു തീരുമാനം? എനിക്ക് എൻ്റേതായ ഒരു ജനാധിപത്യ സങ്കല്പമുണ്ട്, വികസന സങ്കല്പമുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഞാൻ വിനിയോഗിക്കുന്നു. എന്താണ് സർക്കാർ സേവനത്തേക്കാൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം? ഒന്ന്, സർക്കാർ സേവനത്തിൻ്റെ ചില പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് ഫയർഫോഴ്സിൽ 3 മാസം പോലും എന്നെ ജോലി ചെയ്യാൻ അന്നത്തെ സർക്കാർ സമ്മതിച്ചില്ല. വിജിലൻസിലും അതുപോലെ തുടങ്ങി വെച്ച പണികൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. IMGയിൽ അതുപോലെ നമ്മളൊരു പദ്ധതി പഠിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി തുടങ്ങുമ്പോൾ പാതി വഴിയിട്ടിട്ട് നമ്മളെ മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. ഈ ചാലക്കുടി മണ്ഡലത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ പ്രചരണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഏത് രീതിയിലാണ് അങ്ങനെ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുക? എന്നെ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴും കാണുന്നില്ല, ഒരു വിദ്യാർത്ഥിയായിട്ടാണ് കാണുന്നത്. ഈ മത്സരരംഗത്തേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി ഒരു തലേദിവസം അല്ലെങ്കിൽ ഈ മത്സരം പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് മാത്രമല്ല അതിൻ്റെ തയ്യാറെടുപ്പ്. ജനങ്ങൾക്ക് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അത് എന്നെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ല, വലിയ തോതിലുള്ള പ്രചരണം മറ്റ് സ്ഥാനാർത്ഥികൾ നടത്തുന്നു. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തണ്ടേ? താൻ മത്സരിക്കുന്നു എന്നുള്ളൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തണം, പിന്നെ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് എത്തണം. ആ രീതിയിലൊരു പ്രചരണം ഉണ്ടാവില്ലേ? ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എത്ര പോസ്റ്ററുണ്ട് എന്ന് നോക്കിയിട്ടല്ലല്ലോ, എത്ര ഫ്ലെക്സ് ഉണ്ടെന്ന് നോക്കിയിട്ടല്ല, എത്ര പ്രാവശ്യം ഇവർ പ്രസംഗിച്ചു, കവലകളിൽ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഓപ്പൺ വണ്ടിയിൽ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് നോക്കിയിട്ടല്ല. ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് പകരം ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഞാൻ എത്തും. വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. മത്സരത്തിനിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും വിജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും വിജയിക്കുകയും ചെയ്യും. ഈ 2020യുടെ ബാനറിൽ മത്സരിക്കാൻ തയ്യാറായതിൻ്റെ ഒരു കാരണം എന്താണ്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഒരു വികസന മാതൃക, പഞ്ചായത്തി രാജ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഭരണ സംവിധാനവുമുണ്ട്, അതുപോലെ ഒരു വികസന മാതൃകയും തമ്മിൽ കോർത്തിണക്കി കൂട്ടിയിണക്കിയ ഒരു മോഡൽ 2020 കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളത്തിൽ നമുക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഈ IPS പദവി പോലെ ഒരു ഉന്നത പദവി സ്വയം ഒഴിവാക്കിയാണ് ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലുള്ള ഒരു കാരണം മാനസികമായിട്ടുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ സർക്കാർ ഒരു ജോലിയും എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പം അതിലുള്ളൊരു പ്രതിഷേധം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഇപ്പോൾ ഒരു അവസരം വന്നു. ഇങ്ങനൊരു വികസന മാതൃകയെപ്പറ്റിയും പഞ്ചായത്ത് രാജിനെ പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ എനിക്കൊരു റോള് കിട്ടിയാൽ അവസരം എപ്പോഴും വരില്ലല്ലോ. ഈ ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് എന്തായാലും ചാലക്കുടി മണ്ഡലത്തിലുള്ളത്. എല്ലാവിധ ആശംസകളും.